ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ്. നമ്മൾ ഈ ഒരു ടീ ആൻഡ് ടോക്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രതികരണം എടുത്തിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. കാരണം ഇപ്പോൾ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പാലക്കാട് നിന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. പാലക്കാടുകാരോട് കാര്യങ്ങൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയുമാണ്. അപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 14 മണ്ഡലങ്ങളിലേക്കാണ് നടക്കാൻ പോകുന്നത്. എങ്കിലും ഇപ്പോൾ കണ്ണുകളെല്ലാം പാലക്കാടേക്കാണ്. കാരണം പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല, കേസും ജയിലുമൊക്കെയായി പാലക്കാട്ടെ നിലവിലെ MLA തിരക്കിലാണ്. അപ്പോൾ മണ്ഡലത്തിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാലും സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പറയുന്നത്. വിജയസാധ്യത മാത്രമാകും മാനദണ്ഡം. മണ്ഡലത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി വരുമെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. BJPക്ക് 2ാം സ്ഥാനമുള്ള ജില്ലയിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം കോൺഗ്രസിന്. അപ്പോൾ ആരാകും ആ സർപ്രൈസ് സ്ഥാനാർത്ഥി? പുറത്തു നിന്ന് ആളെത്തിയാൽ പാലക്കാടുകാർ എങ്ങനെ സ്വീകരിക്കും? ഇതിനെക്കുറിച്ച് അവർ തന്നെ പറയുകയാണ്. സച്ചിൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് പാലക്കാടുകാർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നോക്കാം. പാലക്കാടും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാവണം? പുറത്തു നിന്നുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വേണോ, അതോ പാലക്കാട് നിന്നും തന്നെയുള്ള സ്ഥാനാർത്ഥി വേണോ എന്ന് പാലക്കാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. UDF തന്നെ ജയിക്കും. പുതിയ സ്ഥാനാർത്ഥി വന്നാൽ സ്വീകരിക്കും. പിന്നെ വേറെ ആർക്കും ചാൻസ് ഉള്ളത്? ഷാഫി പറമ്പിനെ വല്ല നല്ല സ്ഥാനാർത്ഥികൾ വന്നാൽ ജയിക്കും. അതൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നതാണ് പറയാം. ഷാഫിക്ക് ഇപ്പം UDF തന്നെ വരാൻ സാധ്യത കൂടുതൽ. പുതിയ സ്ഥാനാർത്ഥി വന്നാലും സ്വീകരിക്കും. സ്വീകരിക്കണമല്ലോ, സ്വീകരിക്കും. സാധ്യതയുണ്ട്, ഇല്ലാതെ പറയാനും പറ്റില്ല. ജനങ്ങളുടെ മാറ്റമല്ലേ, അവരെന്ത് ചെയ്തിരിക്കുന്നത് അതുപോലെ ഉണ്ടാവും. നമുക്ക് ഗുണം കിട്ടിയാൽ മതി. പാലക്കാട് എന്തായാലും ഇനി UDF വരില്ല, BJPനായിരിക്കും ചാൻസ്. കാരണം രാഹുൽ മാങ്ങോട്ട് സാഫി നിന്ന് ശ്രീകണ്ഠനെ തോൽപ്പിച്ചു. ശ്രീകണ്ഠൻ സാറ് നിന്ന് ജയിച്ചാലേ അന്നേ ഗുണമുണ്ടാവും. ലാസ്റ്റ് അയാൾ വടകര പോയി. അപ്പോഴും പാലക്കാട് ജനങ്ങൾ ഗോവിന്ദ. രണ്ടാമത് രാഹുൽ മാങ്ങോട്ടത്തിൽ കൊണ്ടുവന്ന് അയാളിനെ ജയിപ്പിച്ചു. അതും പാലക്കാട് ഇങ്ങനെയായി. ഇനി എന്തായാലും കോൺഗ്രസിനും UDFനും മാർക്സിനും ചാൻസ് ഇല്ല. ഇനി BJP തന്നെ ആയിരിക്കും. മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, എങ്കിലും കൂടെ കോൺഗ്രസ് ജയിക്കാൻ തന്നെ സാധ്യത. കോൺഗ്രസ് തന്നെ പുതിയ സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കും, അങ്ങനെയാണ് ഉള്ളത്. എന്ന് പറയാൻ പറ്റില്ല. മക്കൾക്ക് ഏത് നല്ലത് ചെയ്താൽ അവർക്ക് ജയിക്കും. യുവാക്കളെ നിർത്തിയിട്ട് മൊത്തത്തിൽ കേരളം ഭരിക്കാൻ തന്നെ യുവാക്കൾ വേണം. 50 എബോളതിനൊക്കെ റിട്ടയർഡാക്കി വിടുക. പാർട്ടിയിൽ നിന്ന് റിട്ടയർഡാക്കിയിട്ട് ചില ഉപദേശങ്ങൾ കൊടുക്കുക, അതാ ചെയ്യേണ്ടത്. കോൺഗ്രസ് ജയിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രോബ്ലം ഇല്ലല്ലോ. ഏത് കാര്യം എടുത്താലും, വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ആരോഗ്യം ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഏത് കാര്യം, വീടിൻ്റെ കാര്യം ആയിക്കോട്ടെ, അതിദാരിദ്ര്യത്തിൻ്റെ കാര്യം ആയിക്കോട്ടെ, കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. നല്ല ഗവൺമെൻറ്റല്ലേ 10 കൊല്ലമായിട്ട് ഭരിക്കുന്നത്. പാലക്കാടിന് മാത്രം ഒന്നും കിട്ടുന്നില്ല. കാരണം ഇവിടെ പാലക്കാട് എപ്പോഴും പ്രതിപക്ഷമാണ്. ഷാഫി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷാഫിക്ക് തന്നെയാണ് വിജയം വരുന്നത്. പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥിക്ക് പാലക്കാട് പ്രതീക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ BJPക്ക് ഇവിടെ നല്ലൊരു ഹോപ്പ് കിട്ടും. പാലക്കാട്ടെ മുൻ MLA ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ പാലക്കാട് തന്നെ തിരിച്ചു വന്ന് മത്സരിക്കണമെന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്.